അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ജീവിതം അത് ചോദ്യം ചെയ്യപ്പെടാനുള്ളതാ. ഇന്നല്ലെങ്കിൽ നാളെ ഓരോ നിമിഷത്തെ പറ്റിയും അള്ളാഹു നമ്മളോട് ചോദിക്കും. അതുകൊണ്ടാണല്ലോ പട്ടിണിയുടെ പരിവട്ടം കൊണ്ട് ഉറക്കം വരാത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ നട്ടപ്പാതിര നേരത്ത് പുറത്തിറങ്ങി നടന്ന് ഒരു പാവപ്പെട്ട സ്വഹാബി അല്പം കാരക്ക പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തപ്പം ആ കാരക്കയിൽ നിന്ന് ഒരു കഷണം ചീന്തിയെടുത്ത് ആ കാരക്കയിലേക്ക് നോക്കി കരയുന്ന അള്ളാന്റെ ഹബീബിനോട് സഹാബത്ത് ചോദിച്ചു, എന്തിനാ റസൂലേ നിങ്ങൾ കരയുന്നത്? പ്രവാചകൻ കാരക്കയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, വല്ലാഹി വല്ലാഹി സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹുവാണേ സത്യം, നിങ്ങൾക്ക് നൽകപ്പെട്ട ഓരോന്നിനെ പറ്റിയും അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യും. നിങ്ങളെ ഉപ്പയും ഉമ്മയും നിങ്ങൾക്ക് നൽകപ്പെട്ടതാണെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഒഴിവ് സമയം, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങൾക്ക് നൽകപ്പെട്ട സമ്പത്തുകൾ, ഓരോന്നിനെ പറ്റിയും അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യും. അതുകൊണ്ടാ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി മരണവെപ്രാളം കാണിക്കുന്നുണ്ട് എന്ന് കുറച്ച് സഹാബാക്കൾ വിവരമറിഞ്ഞു. മരണത്തിന്റെ ലക്ഷണങ്ങളൊക്കെ അബൂ ഹുറൈറാന്റെ ശരീരത്തിലുണ്ട് എന്നറിയുമ്പം കുറച്ച് സഹാബാക്കൾ കാണാൻ വേണ്ടി കയറി ചെല്ലും. ചെന്നു നോക്കിയപ്പോ കാണുന്നത് ഈത്തപ്പന ഓലയിൽ കണ്ണുനീരുമായി കിടക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ. ആരാ അബൂ ഹുറൈറ? നിങ്ങൾ പൂച്ചകളെ വിട്ടേക്കണേ, അതൊരു പാവം ജന്തുവാണെന്ന് റസൂലുള്ളാന്റെ നാവിൽ നിന്നും കേട്ടപ്പോ അന്നു മുതൽ ഒരു പൂച്ചക്കുഞ്ഞിനെ തോളത്തെടുത്ത് പോറ്റി തനിക്ക് കിട്ടുന്ന ഭക്ഷണത്തിന്റെ പാതി കൊടുത്ത് പോറ്റി വളർത്തി നാട്ടുകാർ ആ മനുഷ്യനെ വിളിച്ചു അബൂ ഹുറൈറ, പൂച്ചകളുടെ വാപ്പ എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ മൂത്രമൊഴിച്ച് കയറി വന്ന അതേ കല്ലിൽ ചെന്നിരുന്ന് മൂത്രമൊഴിക്കുന്ന അബൂ ഹുറൈറയോട് ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചിട്ടുണ്ട്, അബൂ ഹുറൈറ, എന്തിനാ ഞാനിരിക്കുന്ന കല്ലിൽ തന്നെ ഇരിക്കുന്നത്? പുഞ്ചിരിയോടെ മറുപടി, നബിയേ, അതിനും അള്ളാന്റെ കൂലിയുണ്ടെങ്കിലോ. മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹ്ക്ക് ബാങ്ക് കൊടുത്ത് ഇമാമത്ത് നിൽക്കുമ്പം പ്രവാചകന്റെ തൊട്ടു പിന്നിൽ ഓരോ വക്തിനും അബൂ ഹുറൈറയുണ്ട്. ഓരോ പ്രവാചകന്റെ യാത്രകളിലും അബൂ ഹുറൈറ കൂടെയുണ്ട്. ആ അബൂ ഹുറൈറ അവസാന സെക്കൻഡിൽ മരണത്തിന്റെ വേദനയുമായി കരയുമ്പം സഹാബാക്കൾ കയറി ചെന്ന് ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, മരിക്കാൻ ഇത്ര പേടിയാണോ താങ്കൾക്ക്? അബൂ ഹുറൈറ പുഞ്ചിരിയോടെ പറഞ്ഞു, മരണത്തെ പേടിച്ചിട്ടല്ല ഞാൻ കരയുന്നത്. പിന്നെന്തിനാ അബൂ ഹുറൈറ താങ്കൾ കരഞ്ഞത്? എടുത്താൽ പൊങ്ങാത്ത തന്റെ കൈവിരലുകൾ വീട്ടിന്റെ പുറത്തേക്ക് ചൂണ്ടിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സഫറു തവീലുൻ, ഞാനൊരു യാത്രക്കിറങ്ങുകയാ. മരണമെന്ന യാത്ര, ജീവിതം അവസാനിക്കുന്നതല്ല മരണം, ശ്വാസം നിലയ്ക്കുന്നത് മാത്രമാ ഈ ദുനിയാവിലെ മരണം. ഈ ദുനിയാവിലെ ശ്വാസം നിലയ്ക്കൽ മരണമാണെന്ന് ഓമന പേരിട്ട് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആരംഭിക്കുന്നത് ഒരിക്കലും അവസാനിക്കാത്ത രണ്ട് ലോകത്തേക്കുള്ള യാത്രയാ. ഖബറെന്ന ലോകവും അള്ളാഹുവിന്റെ ഹശർ എന്ന മഹശറാ ലോകവും എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നും നിശ്ചയിക്കപ്പെട്ട 6 അടി മണ്ണിലേക്കുള്ള തുച്ഛമായൊരു ലോകം, ആ ലോകം മാത്രമേ ദുനിയാവുള്ളൂ. ഉള്ളിലേക്ക് വലിക്കുന്ന ഓക്സിജനും പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും ആ ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഒരു ഹൃദയവും അത്രേ എനിക്കും നിങ്ങൾക്കും ദുനിയാവിൽ അള്ളാഹു നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് അബൂ ഹുറൈറ കണ്ണുനീരോടെ പറഞ്ഞു, അസ്സഫറു തവീലുൻ, ഞാനൊരു യാത്രക്കിറങ്ങുകയാണ്. ആ യാത്ര ഞാൻ ആരംഭിക്കാനായി. പക്ഷേ വസാദു കലീലുൻ, എന്റെ കയ്യിൽ ഭക്ഷണം കുറവാ. അള്ളാഹുവിനെ കാണിച്ചെന്റെ കബറൊന്ന് വെളുപ്പിക്കാൻ, എന്റെ കബറിൽ ഒരു സമാധാനം കിട്ടാൻ എന്റെ കയ്യിൽ ഭക്ഷണം കുറവാ. വൽ മൗതു കരീബുൻ, മരണം വാതിൽക്കലെത്തിയിട്ടുണ്ട്. മരണം ഇവിടെവിടെയോ എത്തിയിട്ടുണ്ട്. അതെന്നെ കൊണ്ടുപോകാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹാബത്തെ, അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ടത് വളരെ കുറച്ചാണെന്ന് ചിന്തിക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. സഹാബത്തെ, അള്ളാഹ് എനിക്ക് ആയുസ് നീട്ടി തന്നിരുന്നെങ്കിൽ, ജനിച്ച അന്ന് മുതലേ എനിക്ക് പടച്ച റബ്ബിന്റെ മാർഗത്തോട് ഇഷ്ടം തോന്നിയിരുന്നെങ്കിൽ, ആ മരണം തേടിയെത്തുമ്പം അമ്പിയാക്കളും ഔലിയാക്കളും കൊണ്ടുപോയതുപോലെ എനിക്കൊരുപാട് കിട്ടുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തോട് എനിക്ക് താല്പര്യം തോന്നിയത് എന്റെ മധ്യവയസ്സിന്റെ അപ്പുറത്തേക്കാ. അതിനുശേഷം മരിക്കുന്ന ഈ സെക്കൻഡ് വരെ ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്കൊരു പേടി, അള്ളാഹു സ്വർഗം എനിക്ക് തടയുമോ എന്ന്, അള്ളാഹ് നിഷിദ്ധമാക്കുമോ എന്ന്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് മരണത്തിന്റെ സെക്കൻഡുകൾക്ക് മുൻപ് മദീനത്തെ പള്ളിയിൽ വന്ന് കരഞ്ഞതും ആ ചിന്ത കൊണ്ട് മാത്രമായിരുന്നു. ആരാ ഉമർ? 21 രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിച്ച അൾട്ടിമേറ്റ് ഹീറോ, 21 രാജ്യങ്ങളെ ഒരാത്മീയ ലോകമാക്കി ഭരിച്ച, കണ്ടാൽ ആരും ഭയപ്പെട്ടു പോകുന്ന, ഉമറങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പിശാച് പോലും വരാൻ പഠിക്കുമെന്ന് ആ സന്തോഷത്തോടെ റസൂലുള്ള പഠിപ്പിച്ച
അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ വെച്ച് ആ സഹാബിയെ നോക്കിയിട്ട് പറഞ്ഞു, ഉമറാണ് ഇസ്ലാമിന്റെ വാതിൽ, എന്റെ മതത്തിന്റെ വാതിലാണ് ആ ഉമർ. ഉമർ തകർക്കപ്പെടുന്നതോടുകൂടി എന്റെ മതം ഛിന്ന ഭിന്നമായി തുടങ്ങും. അള്ളാന്റെ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കണ്ടപ്പം അതാരുടേതെന്ന് ഞാൻ ചോദിച്ചപ്പോ കിട്ടിയ മറുപടി അത് ഉമറിന്റെ കൊട്ടാരമാണെന്ന. ആ ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മദീന പള്ളിയിൽ വന്ന് കരയുന്നുണ്ട്. സുബഹി നിസ്കരിച്ച് നെഞ്ചുപൊട്ടി കരയുന്ന ഉമർ ഇബ്നുൽ ഖത്താബിനോട് സഹാബാക്കൾ ചോദിച്ചു, അല്ല ഉമറെ, എന്തിനാ കരയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് തിരിച്ചു പറഞ്ഞു, സഹാബത്തിന്റെ മുഖത്ത് നോക്കി തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. അതിന്റെ മുൻപ് ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നമ്മൾ അറിയണം. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരൊട്ടക കുട്ടി എങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ഞാൻ എന്റെ റബ്ബിനോട് എന്തു പറയും എന്ന് ചോദിച്ച് കരഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് തന്റെ ഭാര്യ ആതിക ബീവിയെയും കൂട്ടി അന്യദേശക്കാരായ യാത്രക്കാരെ സഹായിക്കാൻ നട്ടപ്പാതിര നേരത്ത് സഹായ കയ്യുമായി കയറി ചെന്ന ഉമർ ഇബ്നുൽ ഖത്താബ് പാവപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിൽ ദരിദ്രയാണെന്ന് തിരിച്ചറിഞ്ഞപ്പം ഗോതമ്പ് ചാക്ക് സ്വന്തം തോളിലെടുത്ത് ആ ഉമ്മാന്റെ അടുക്കളയിൽ കൊണ്ടിട്ട് കൊടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് പാലിൽ വെള്ളം ചേർക്കാൻ കൽപ്പിച്ച ഉമ്മയോട്, ഇല്ല ഉമ്മ, ഉമറിനെ വഞ്ചിച്ചാലും അള്ളാനെ വഞ്ചിക്കില്ലെന്ന് പറഞ്ഞ പെണ്ണിനെ സ്വന്തം മകൻ ഇബ്നു ഉമറിന് വേണ്ടി പെണ്ണാലോചിച്ച, വിവാഹം കഴിപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ്, ആ ഉമർ ഇബ്നുൽ ഖത്താബ് മദീനത്തെ പള്ളിയിൽ നിന്ന് കണ്ണുനീരോടെ പറഞ്ഞു, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം അള്ളാഹു എനിക്ക് തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു സഹാബത്തെ. എങ്ങനെ? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം അള്ളാഹു എനിക്ക് തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു സഹാബത്തെ. ومن أحسن قولا ممن دعا إلى الله അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിംകളിൽപ്പെട്ടവനാണ് എന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ വാക്കിൽ ഉത്തമനായവൻ ആരുണ്ട്? നിങ്ങൾ ഈ സന്ദേശം എത്താത്തവരിലേക്ക് എത്തിക്കുക. അല്ലാഹുവിൻ്റെ പുണ്യം നേടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.